ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആലീസ് ടേസ്റ്റ്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു ഇഞ്ചി തീയലിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. നമ്മൾ ഓണത്തിന് ഇഞ്ചിക്കറി വെച്ചു, പുളിയിഞ്ചി വെച്ചു, അങ്ങനെ പല തരത്തിലുള്ള ഇഞ്ചി അച്ചാറുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇത് ഇഞ്ചി തീയലാണ് കേട്ടോ. ഇതിനായിട്ടൊരു 3 കഷ്ണം ഇഞ്ചി എടുത്തത്, വലിയ 3 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മുറി തേങ്ങ, 1 ടീസ്പൂൺ ജീരകം, ഒരു 6-7 കഷ്ണം വെളുത്തുള്ളി ഉണ്ടേ. ഇത്രയും നമുക്കൊന്ന് വറുത്തെടുക്കണം. ഇതിൻ്റെ കൂടെ കുറച്ച് പൊടികളൊക്കെ ചേർക്കണം വറുക്കുമ്പോൾ. ഇതെല്ലാം കൂടെ ചേർത്താണ് വറുത്തെടുക്കുന്നത് കേട്ടോ. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം ഇഞ്ചി തീയൽ. ഇത് നമ്മളെ പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്കൊക്കെ പ്രസവ രക്ഷയ്ക്ക് ആഹാരത്തിൻ്റെ കൂടെ കൊടുക്കാറുണ്ട് ഇഞ്ചി തീയൽ കേട്ടോ. അപ്പോൾ നമുക്ക് അതാണ് ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൻ്റെ കൂടെ നമ്മൾ സാധാരണ ചേർക്കുന്ന ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഒരു 10-30 ചെറിയ ഉള്ളിയുണ്ട്, ഒരു 4-5 പച്ചമുളകുണ്ട്, കുറച്ച് കറിവേപ്പില എടുത്തിട്ട് ഇത്രയേ ഉള്ളൂ. പിന്നെ ആവശ്യത്തിന് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിഴുപുളിയാണ്. ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം. ഇഞ്ചിയും തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും എല്ലാം കൂടെ ഒന്ന് വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. ഇഞ്ചി ഞാനിത് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്. ഗ്രേറ്ററിൽ വേണമെങ്കിൽ നമുക്കിത് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഞാനിത് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ കൊടുത്തപ്പം അതെനിക്ക് ചീകി എടുത്തു തന്നു. പിന്നെ ഞാൻ ഒന്നുകൂടെ മിക്സിയിൽ ഗ്രേറ്റ് ചെയ്തെടുത്തു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇരിക്കുന്നത്. കുഴപ്പമില്ല. നമുക്കിത് തേങ്ങ അതുപോലെ ഞാൻ മിക്സിയിൽ അത് ക്രഷ് ചെയ്തെടുത്തു. അപ്പം രണ്ടും ഒരുപോലെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഒരേ അളവിൽ മൂപ്പിച്ചെടുക്കാം. അപ്പോൾ എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. ഇങ്ങനെ തന്നെ നമുക്കിത് മൂപ്പിച്ചെടുക്കാം. മൂത്ത് വരട്ടെ. തേങ്ങയും ഇഞ്ചിയും വെളുത്തുള്ളിയും ജീരകവും കറിവേപ്പിലയും എല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇത് നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഈ സമയം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. സ്റ്റവ് ഓഫ് ചെയ്യണം. നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കുക. ആദ്യം ഇട്ട് കൊടുക്കുന്നത് 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. 2 ടീസ്പൂൺ മുളക് പൊടി എടുത്തത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും മതി. കൂടുതൽ അരപ്പൊന്നും വേണ്ട. ഇതെല്ലാം കൂടെ നമുക്ക് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി ചെറിയ തീയിലൊന്ന് ചൂടാക്കി എടുക്കാം. ചൂടായി വരട്ടെ. പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഈ ഇൻഡാലിയത്തിൻ്റെ പാത്രമായിട്ടേ ഇത് ഇച്ചിരി അടിക്കൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആണെന്നറിയാമോ, ഇളക്കി കൊടുത്ത് നല്ലതുപോലെ. പക്ഷേ നിങ്ങൾ ചെയ്യുമ്പോൾ നോൺ സ്റ്റിക്കിലിട്ട് വറുക്കാൻ നോക്കുക കേട്ടോ. ഈ അലുമിനിയത്തിൻ്റെ പാത്രത്തിലൊക്കെ വറുക്കാതെ. ഞാൻ എളുപ്പത്തിന് ചെയ്തതാണ്. എന്നാലും ഇത് നമ്മൾ എണ്ണയൊന്നും ഒഴിക്കാതെ വറുക്കുന്നത് കൊണ്ടേ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നോൺ സ്റ്റിക്ക് ആകുമ്പോൾ അങ്ങനെ അടിക്ക് പിടിക്കത്തില്ല കേട്ടോ. ഇത് കുറച്ച് അടിക്ക് പിടിച്ച് ഞാനിങ്ങനെ ഇളക്കി കൊടുത്തതാണ്. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇറക്കി വെക്കാം. തീയൽ തയ്യാറാക്കാനായിട്ടൊരു ചട്ടി വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കും. കടുക് പൊട്ടി വരട്ടെ. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചെറിയ ഉള്ളി ഉണ്ടല്ലോ അരിഞ്ഞിട്ട് ചെറിയ ഉള്ളി പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കും. നല്ലതുപോലെ ഒന്ന് വഴച്ചെടുക്കണം കേട്ടോ. ഇച്ചിരി ബ്രൗൺ കളറാണ്. ഒരുപാടങ്ങ് മുരിഞ്ഞു പോകണ്ട. നല്ല വഴന്നെടുക്കണം. കറിവേപ്പിലയും കിട്ടും. ഉള്ളിയും പച്ചമുളകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് അടുത്ത് വെച്ച് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇതിലേക്ക് ആദ്യത്തെ ഉപ്പിട്ട് കൊടുക്കും. ഇത് നമുക്ക് പുളിവെള്ളമുണ്ടല്ലോ, പുളിവെള്ളം ഒഴിച്ചു കൊടുക്കും. അരപ്പൊക്കെ നമ്മൾ മൂപ്പിച്ചാണല്ലോ, അതുകൊണ്ട് ഒരുപാട് നേരം എണ്ണയിൽ കിടക്കേണ്ട കാര്യമില്ല. പുളിവെള്ളം ഒഴിച്ചു കൊടുക്കും. വെള്ളം പോരാ, അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു.
നോക്കട്ടെ. ഇനി ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് അത് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് തിളച്ചൊന്ന് കുറുകണം. അപ്പോൾ ഒരു ലേശം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കും. ഇനി നമുക്കിതിന് ഉപ്പ് ഉണ്ടോ എന്ന് നോക്കാം. ഉപ്പ് നമ്മളിപ്പോൾ ഇട്ട് കൊടുത്തേ ഉള്ളൂ. ഉപ്പ് എങ്ങനെ ഉണ്ടോയെന്ന് നോക്കാം. പുളിയൊക്കെ ഉണ്ട്. ഒന്ന് തിളച്ചൊന്ന് കുറുകി വരട്ടെ. അടച്ചു വെച്ചു. നമ്മുടെ ഇഞ്ചിത്തീയൽ അങ്ങനെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല വറ്റിയ എണ്ണയൊക്കെ തെളിഞ്ഞിരിക്കുന്നുണ്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ള തീയലാണ്. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.